പോകുന്നു ഗൈസ്. ഞങ്ങൾ കോഴിക്കോട് വരെ പോവാണ്. അപ്പൊ കുട്ടികൾ തനിച്ചേ വീട്ടിലുള്ളൂ. കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. ഒരു കുട്ടി ഞാൻ, ഒരു കുട്ടി ഇത്. ദിയമോള് സ്കൂളിൽ പോയേക്കാട്ടോ. ദിയമോള് ഉച്ചയാകുമ്പോ വരും. ദിയമോളെ എങ്ങനെയാണ് ഇവര് നോക്കുന്നതെന്ന് ഇതിൽ പകർത്തണം. അത് പകർത്തണമെങ്കിൽ ഞാൻ പകർത്തണം, എന്നാലല്ലേ പകരുള്ളൂ. അത് ഞാൻ ശ്രീകുട്ടീനെ ഏൽപ്പിച്ചേക്കാണ്. ചേട്ടൻ കൊണ്ട് ഗായ്സ്. അപ്പം അവര് പോയി. യെസ്. അപ്പം ഇനി ഞാനും ശ്രീകുട്ടി ആൻറ്റിയും മാത്രമേ വീട്ടിലുള്ളൂ. ദിയമോള് പരീക്ഷ എഴുതാൻ പോയേക്കാണ്. എനിക്ക് ഇന്ന് പരീക്ഷ അല്ല, എനിക്ക് സാറ്റർഡേ വരെ പരീക്ഷ ഉണ്ട്. ഇന്ന് ട്യൂസ്ഡേ ആണ്, എനിക്ക് തേഴ്സ്ഡേ ആണ് പരീക്ഷ. SS ആണ് പരീക്ഷ. സോ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ വേറൊരു കസിൻ വരുന്നതാണ് ഗായ്സ്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഇന്ന് വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദിയമോളും വരും ഗായ്സ്. അപ്പം ഞങ്ങൾ 2 പേരും ഇന്ന് പഠിക്കാണ് ഗായ്സ്. ഒരു നഴ്സിംഗുകാരത്തി ഉണ്ട് ഇവിടെ, പിന്നെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇന്ന് പഠിക്കായിരുന്നു. പൊന്നുവാൻറ്റി വന്നിട്ടുണ്ട്. പൊന്നുവാൻറ്റി ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞങ്ങളിവിടെ എണ്ണ തേച്ചിരിക്കുകയായിരുന്നു. ഞാനും ശ്രീകുട്ടി ആൻറ്റിയും. എൻ്റെ തലയിൽ എണ്ണ തേച്ചും. ഞങ്ങൾ 2 പേരും ഇപ്പോൾ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഗൈസ്, ആദിമോൻ ആൻഡ് ദിയമോൾ വന്നിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞില്ലേ? എന്നോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ആദിമോൻ പരീക്ഷ കുളിക്കാ, നമുക്ക് പഠിക്കാ. കുളിക്ക് പഠിക്കാ, കഴിച്ചിട്ട് പഠിക്കല്ല നമുക്ക്. ഗൈസ്, ഞാൻ കുളി കഴിഞ്ഞു. ആദിമോൻ എനിക്ക് തരും, ആര് തന്നില്ലെങ്കിലും. ദിയമോളിക്കൊന്നു തരും. ഞാൻ കുളിച്ചു. ദിയമോളും ആദിമോനും ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ. ഗൈസ്, ചിക്കൻ ബിരിയാണി ആണ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ചിക്കൻ ബിരിയാണി ആണ്. അപ്പൊ ഞാൻ രാവിലെ ഒരു വട്ടം കഴിച്ചതാണ്. അപ്പൊ നമ്മള് ഉച്ചയ്ക്കും ചിക്കൻ ബിരിയാണി. ദിയമോക്കും ആദിമോനും അപ്പൊ ഞാൻ വിളമ്പി കൊടുക്കട്ടെ. എനിക്ക് ആക്ച്വലി വിളമ്പി കൊടുത്ത് ശീലല്ല ഗൈസ്. എനിക്ക് ഭയങ്കര മടിയാണ് വിളമ്പി കൊടുക്കാൻ. കുട്ടികൾക്കല്ല, വലിയവർക്ക്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് ചൂടോടെ കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കഴിച്ചത്. ദിയമോക്ക് കൊടുക്കാം. ആദിമോന് കൊടുത്തു കേട്ടോ. ദിയമോളെ എന്താ ചോറുന്നാ? കൈ എഴുതിയാ? മണ്ടാന്ന് അറിയില്ലേ? നക്ഷത്രത്തിന്റെ പര്യായം എന്താ? എന്താ താരം? താരകോ? ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് ലിപ്സ്റ്റിക് ഇടട്ടെ. ദിയമോളതാണ് കേട്ടോ. പക്ഷെ ഇത് ഇട്ട ഉടനെ ഒരു വൃത്തികെട്ട കളറും പിന്നെ കുറച്ച് കഴിയുമ്പം അടിപൊളി കളറും വരുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അധികം നേരമൊന്നും നിൽക്കൂല കേട്ടോ. എന്നാലും ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക്കിൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഹെയർ മൊത്തത്തിൽ എനിക്കിഷ്ടമായി. പൊന്നു വേണ്ടി വന്നപ്പോൾ 5 സ്റ്റാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ അത് കഴിക്കട്ടെ. ഇവരൊക്കെ
കഴിക്കട്ടെ ഗായ്സ്. ഇവരൊക്കെ കഴിച്ചു. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്, എല്ലാവരെയും കൊതിപ്പിച്ച്. എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു 5 സ്റ്റാർ, പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് 5 സ്റ്റാർ. പ്രോട്ടീൻ വാരി വലിച്ച് തിന്നിട്ടാണ് ഗൈസ് പോണത്. ഗൈസ് ഞാനപ്പം ഒരു റീൽ എടുക്കാൻ പോവാണ്, ഞാനും പൊന്നുവാൻറ്റിയും. അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറ്റട്ടെ ഗൈസ്. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. എനിക്ക് അറിയില്ലായിരുന്നു ഡാൻസ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൻസാണ് നമ്മളെ ഡ്യൂഡ് സിനിമയത്തെ. സോ ട്രെൻഡ് ഔട്ട് ആയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തൊട്ടിട്ടില്ല അപ്പം കുറേ ആയിട്ട്. അപ്പോൾ കസിൻസിൻ്റെ ഒപ്പം ചെറിയായിട്ടൊരു ഡാൻസ് എടുത്തു, മറ്റേ ചേല കുറിമാനം ആ സാധനമല്ലേ അതെടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇതെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞങ്ങൾ റീലെടുക്കാൻ പോവാണ് ഗായ്സ്. ഞാൻ ഫസ്റ്റ് സാരി ഉടുത്തു, അപ്പോൾ ആകെ കൊളായി. ഇതിപ്പോൾ ആൻറ്റി ഉടുപ്പിച്ച് തന്നതാണ്. ഫുൾ അമ്മേൻ്റെയാണ്, വളരെ അമ്മേൻ്റെയാണ്. ഫുൾ ഇപ്പിക്ക് അമ്മേൻ്റെയാണ് പാകം, തടി വെച്ചതുകൊണ്ട്. പൊട്ടൊക്കെ തൊട്ടു ഗായ്സ്. സോ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് വരാം. ഡാൻസ് കളിച്ച് കഴിഞ്ഞു, ആകെ കുഴങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 100 ടേക്ക് വെച്ചെടുത്തിട്ടാണ് ലാസ്റ്റ് സെറ്റായത്. ഫസ്റ്റ് ഞങ്ങൾ കളിച്ചപ്പോൾ വെയിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കളിക്കുമ്പം ഞങ്ങൾ ശരിയാക്കുമ്പോൾ വണ്ടി എന്തെങ്കിലും വരും, പിന്നെ വണ്ടിയൊന്നും വരാത്ത സമയത്ത് ഞങ്ങൾ ശരിയാക്കും. ഞങ്ങൾ ശരിയാക്കിയ വണ്ടി വരാത്ത സമയത്ത് കുട്ടികളാരെങ്കിലും വരും. ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് വെയിൽ പോയി. അപ്പോൾ വെയിൽ പോയി ഞങ്ങൾ ലാസ്റ്റ് കുട്ടികളൊന്നും വരാത്ത വണ്ടിയൊന്നും വരാത്ത സമയത്ത് കറക്റ്റായിട്ട് കളിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി ഇതൊക്കെ ഒന്ന് ഊരിട്ടിട്ട് ഒന്ന് മേലൊഴുകിയിട്ട് വരാം. ഞങ്ങൾ മാമൻ്റെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. യാ ഗൈസ്, ദിയമ്മോളെ ഹെയർ പൊന്നാൻറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്റ്റൈലൊക്കെ കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ ചൂടെടുത്തിട്ട് AC ഇട്ടിരിക്കുകയാണ്. AC അടച്ചാൽ വാതിൽ ഓഫാക്ക് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. കാലൊക്കെ ആകെ ഭയങ്കര വേദന ഗൈസ്. അപ്പം ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് പോകണേ ഗൈസ്. ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു. സ്കൂട്ടിക്ക് ഒരു വരുന്നുണ്ട് ബാക്കില്. ഇല്ല, ശ്രീകുട്ടി ആൻറ്റി പൊന്നു ആൻറ്റി കുട്ടിയാണ്. പിന്നെ കളിച്ച് മടുത്തേ, ഉറക്കം വരുന്നുണ്ടേ. ഇല്ല 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 ഇവര് വന്നു ഗൈസ്. ആദ്യം പോയോ ഗൈസ്? നെല്ലിക്ക ഉണ്ടോ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. സോമനി നെല്ലിക്ക. സോ ഞാനത് ദിയമ്മോള് കൊണ്ടുവന്നു, അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് എടുക്കണം, അപ്പം ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പോയിട്ട് എനിക്ക് പഠിക്കണം ഗൈസ്. പഠിച്ച് മടുത്തു. ഗൈസ്, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോവാണ്. ഞാൻ മാമീൻ്റെ അമ്മ കൊണ്ടുവന്ന് തന്നതാണ് പൈനാപ്പിൾ ജ്യൂസ്. ഗൈസ്, അപ്പം ഞങ്ങൾ പോവാണ്. പഠിക്കാനുണ്ട് ഗൈസ്, അതുകൊണ്ട്
ഗായ്സ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. ഗായ്സ് അപ്പം ഞാൻ പോയി പഠിക്കട്ടെ. അലോട്ട് ടു സ്റ്റഡി, സോ ഐ ആം ഗോയിങ്. SS ആണ്. ഞാനിവിടെ പഠിച്ചിട്ട് ഇവിടെ വെച്ചു. ഫ്രണ്ട്സ് അമ്മ വന്നു, ഫുഡ് കഴിക്കാണ്. ഫ്രണ്ട്സ് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. നോ 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 പ്രതീക്ഷിക്കാൻ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കഴുകാൻ മറന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് അവളെ പാത്രം ഞാനത് വിചാരിച്ചു. ഞാൻ രാവിലെ ഒരു കപ്പിൽ കുറച്ച് ചായ വെച്ച് പോയത്. ഇത് ഇപ്പോഴും അവിടെ തന്നെ ആ കപ്പാണ്. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഇതിന് മുന്നുണ്ടായ ഒരു അനുഭവമാണ്. അതല്ല, ഇവിടെ ആക്കിയിട്ട് ഞാൻ പോകും. അതല്ല, ഇതിന് മുന്നേ അമ്മ എവിടെയോ പോയി വന്നപ്പോ അമ്മ അടിച്ചു വരാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എവിടെയോ പോയതാണ്. എന്നിട്ട് ഞാൻ അടിച്ചു വാരി ഒരു ദിവസം തുടച്ച് ഒക്കെ ക്ലീനായി, പാത്രം കഴുകി ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അതില് എന്താ വാഷിംഗ് മെഷീനിലെ തുണി, അതൊക്കെ വാഷിംഗ് മെഷീനിലത്തെ തുണിയൊക്കെ അവിടെ അയല് വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പം എന്തോ തുണി പെറുക്കി മടക്കി വെച്ചില്ല, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അല്ല, വേറെന്താ ചെറിയ കാര്യത്തിന് അതിലങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ വേസ്റ്റ് ഇട്ട് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിക്കാം ക്ലീനാണ് കാണും. അപ്പൊ അമ്മ അധികം അടിച്ചു വരില്ലേ, കൂട്ടിയുണ്ടല്ലോ ഇവിടെയൊക്കെ, അപ്പൊ ഉണ്ടാവണ ഇതുണ്ടല്ലോ. ഗൈസ് ഞങ്ങൾ എക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഗൈസ് പോണത്. വിലായത്ത് ബുദ്ധ കണ്ടു. അപ്പോൾ ഇത് നല്ല അഭിപ്രായമാണ്. അപ്പം പോവാനൊരു ത്വര ഗൈസ്. അപ്പോൾ എല്ലാവരും പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് പോയിരുന്നത്. ഫ്രണ്ട്സ് സിനിമ കഴിഞ്ഞ് വന്നിട്ട്, അതെ സിനിമ കഴിഞ്ഞ് കണ്ടു വന്നിട്ട് കഥ മനസ്സിലാവാതെ ഡിസ്കസ് ചെയ്യുന്ന. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു, അപ്പൊ ഞാൻ മനസ്സിലായിട്ടില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ മനസ്സിലാവും വിചാരിച്ചു. പിന്നെ ഇനി ആദ്യം ഇന്റർവെല്ലിന് മുമ്പുള്ള കഥയും ഇതും വെച്ച് കണക്ട് ചെയ്ത് ആലോചിച്ചു കിടക്കാൻ പോവാണ് ഗൈസ്. അത് മനസ്സിലാവാഞ്ഞിട്ടാ. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. പപ്പയ്ക്ക് മാത്രം കുറച്ച് മനസ്സിലായി. കുറച്ചല്ല, പപ്പയ്ക്ക് മാത്രം മനസ്സിലായി. പപ്പ ഇപ്പം എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സിനിമേൻ്റെ. അപ്പം ഞങ്ങളെല്ലാവരും കിടക്കാൻ പോവാണ് ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.